എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ പച്ചമാങ്ങ വെച്ചിട്ട് വെറുതെ ജ്യൂസ് അടിക്കുകയാണോ ചെയ്യാറുള്ളത്? എന്നാൽ മാങ്ങ വെച്ചിട്ട് ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. വളരെയധികം നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ക്ഷീണമൊക്കെ പോകാനും ശരീരം നല്ല കുളിർമയോട് കൂടെ ഇരിക്കാനും ഒക്കെ ഇതുപോലെ ചെയ്താൽ വളരെയധികം നല്ലതാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത അങ്ങനെ തന്നെ നമുക്ക് ജ്യൂസ് അടിക്കാം. കാരണം ഞാനിതിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഉപ്പിടുമ്പോൾ നമുക്ക് എടുക്കാനൊക്കെ കുറച്ച് ഈസിയാവും. അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടിരിക്കും. എടുക്കാൻ കുറച്ച് തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഗസ്റ്റുകളൊക്കെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ജ്യൂസ് തയ്യാറാക്കണമെങ്കിൽ വെറുതെ മാങ്ങ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയായി പോകും. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചധികം പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ മാങ്ങ ഇതുപോലെ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിട്ട് 2 മാസം ആവാറായി കേട്ടോ. ഈ ചൂട് സമയത്തൊക്കെ വെള്ളം ആവശ്യമില്ലെങ്കിൽ പോലും ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്കിതുപോലെ ജ്യൂസാക്കിയിട്ടോ വെള്ളമായിട്ടൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ ഏറ്റവും എളുപ്പമാണിത്. ഇനി എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ എരിവുള്ളൊരു മുളക് ഇട്ട് കൊടുക്കാം. അല്ല, എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ എരിവില്ലാത്തൊരു പച്ചമുളക് കൂടി ഇതിലേക്ക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചെറിയൊരു എരിവിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് മാത്രമല്ല, നമ്മളിതിലേക്ക് ചേർക്കുന്നത് നാരങ്ങയുടെ ഇലയാണ് ചേർക്കുന്നത്. നല്ലൊരു ഫ്ലേവറിന് ഈ നാരങ്ങയുടെ ഇല ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ നാരങ്ങയുടെ ഇലയ്ക്ക് പകരം നാരങ്ങ നമ്മൾ പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ മാങ്ങയുടെ പുളിയും നാരങ്ങയുടെ പുളിയും കൂടി ആയിട്ട് ആ ഒരു ഉദ്ദേശിച്ച ടേസ്റ്റ് നമുക്ക് ഈ ജ്യൂസിന് നമുക്ക് കിട്ടില്ല. ഈ ഒരു 2-3 പുതിനയുടെ ഇലയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുതിനയുടെ ഇല ചേർക്കാൻ പാടില്ല. പുതിനയുടെ ഇലയ്ക്കൊരു കുത്തലുണ്ടാകും. അപ്പോൾ ആ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് പകരം പാല് വേണമെങ്കിൽ തണുപ്പിച്ചെടുത്ത പാല് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു അരിപ്പയിൽ നമുക്ക് അരിച്ചെടുക്കണം. അപ്പം നമ്മുടെ പച്ചമാങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ശരിക്കും ദാഹം മാറാനായിട്ട് ഈ ഒരൊറ്റ ഗ്ലാസ് മതിയാവും. ഇതുപോലെ തയ്യാറാക്കി നമ്മൾ ബോട്ടിലെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൊടുക്കാനും ഒക്കെ വളരെയധികം ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക, ഇതേ ടേസ്റ്റ് കിട്ടാനായിട്ട്. പച്ചമാങ്ങ തന്നെ വേണമെന്നില്ല, ചെറുതായിട്ടൊന്ന് കളർ മാറിയതായാലും കുഴപ്പമില്ല കേട്ടോ. ഒരുപാട് പഴുക്കരുതെന്നേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് കളർ മാറിയ മാങ്ങയാണെങ്കിലും വളരെയധികം നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തയ്യാറാക്കി എടുത്താൽ എക്സ്ട്രാ നമ്മൾ ഐസ് ക്യൂബൊന്നും ഇടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ തണുത്ത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റിയാണ്. എത്ര ഡൈ അടിച്ചിട്ട് മുടി കറുപ്പ് കിട്ടാത്തവർക്കുള്ള നല്ലൊരു ഹെയർ ഓയിലാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്ക് വളരെയധികം ഉപകാരമുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ ഞാനിവിടെ ആദ്യമേ തന്നെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഹെയർ ഡൈ ഒക്കെ ചെയ്യുന്ന പാത്രം തന്നെയാണ്. ഒലിവ് ഓയിൽ ചൂടായ ശേഷം 1 പാക്കറ്റ് ബ്രൂ കോഫി പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതാണോ കാപ്പിപ്പൊടി ഉള്ളത് അത് നല്ല നാച്ചുറലായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കാപ്പിപ്പൊടി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വേറൊരു കാര്യം പറയാനായിട്ടുള്ളതാണെങ്കിൽ, നമ്മുടെ ഈ ഒലിവ് ഓയിൽ വളരെയധികം നല്ലതാണ് മുടി കറുപ്പിക്കാനായിട്ട്. സ്ഥിരമായിട്ട് നമ്മൾ ഒലിവ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി ക്രമേണ നല്ല കറുപ്പായിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല 2 തരം ഒലിവ് ഓയിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് ഫുഡിനുള്ളതും ഒന്ന് ഹെയറിനുള്ളതും അതും കൂടിയാണ്. അപ്പോൾ 2 മാറിപ്പോകരുത്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് കളർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ എണ്ണ കാച്ചിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കൃഷ്ണ തുളസിയുടെ ഇലയും പൂവും കൂടി ചേർത്തത്. നമ്മളെപ്പോഴും എണ്ണ കാച്ചുമ്പോൾ ഏതെണ്ണ കാച്ചിയാലും നമ്മൾ ഈ കൃഷ്ണ തുളസിയുടെ ഇല തീർച്ചയായിട്ടും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇനി ചേർക്കുന്നത് കുരുമുളകിൻ്റെ ഇലയാണ്. ഈ കുരുമുളകിൻ്റെ ഇല ആരും മിസ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മുടെ താരനും അതുപോലെ തന്നെ
ഈ കരപ്പൻ പോലുള്ള തലയിൽ ചെറിയ പിള്ളേരുടെയൊക്കെ ഇതുപോലെ പറ്റി ഇങ്ങനെ ഇരിക്കുക, അവർക്കൊക്കെ വളരെയധികം ഏറ്റവും നല്ലതാണ് കേട്ടോ, കൊച്ചുകുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇതുപോലെയൊക്കെ എണ്ണ കാച്ചി നിങ്ങൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. സ്കിന്നിലുള്ള തടിപ്പുകൾ, പാടുകൾ, ചൊറിച്ചിൽ, അതിനെല്ലാം വളരെയധികം ഈ കുരുമുളകിൻ്റെ തണ്ടും ഇലയും എല്ലാം നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് തണ്ട് കിട്ടുമെങ്കിൽ തണ്ട് ഇതുപോലെ ചതച്ചതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇപ്പം എനിക്കിവിടെ എടുക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കത്തില്ല. ഈ കൊടിയൊക്കെ അതിൽ നിന്ന് മുറിച്ചെടുക്കാനായിട്ട് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇല മാത്രമായിട്ട് എടുത്തത്. അപ്പോൾ ഇത് രണ്ടും മസ്റ്റായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇത് നല്ല പോലെ നമുക്ക് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതേപോലെ താരനൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ്, പെട്ടെന്ന് താരൻ മാറാനൊക്കെ ഈ കുരുമുളകിൻ്റെ ഇല ഇങ്ങനെ ഇട്ട് എണ്ണ കാച്ചി ആഴ്ചയിൽ ഒരിക്കൽ മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ വളരെയധികം മാറ്റം ഉണ്ടാവും. ഈ എണ്ണ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കത് തയ്യാറാക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി ചേർക്കേണ്ടത് കറിവേപ്പില ഉണക്കി പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ കറിവേപ്പില വെയിലത്ത് വെച്ച് ഉണക്കരുത്, തണലത്ത് വെച്ച് ഉണക്കി കുറച്ച് ദിവസം എടുക്കുമെന്നേ ഉള്ളൂ, എങ്കിലും ഇതുകൊണ്ട് നല്ല ഫലമാണ് കിട്ടുന്നത്. ഉണക്കി പൊടിച്ച് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണ കാച്ചുമ്പോൾ ഇങ്ങനെ ചേർക്കുന്നതും വളരെയധികം നല്ലതാണ് കേട്ടോ, നല്ല ഫലം കിട്ടുന്നതാണ്. ഞാൻ ഇനി ചേർക്കുന്ന കരിഞ്ജീരകമാണ്. ഞാൻ കരിഞ്ജീരകം ആദ്യമേ ചേർക്കാൻ വിട്ടുപോയതാണ്, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്നുകൂടി ഞാൻ ചേർത്തിട്ടുണ്ട്, അത് ഞാൻ വിട്ടുപോയിട്ട് തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ്. അതായത് ചെമ്പരത്തിപ്പൂ ഉണക്കിയതാണ്, ഞാൻ പൊടിയല്ല ഉണക്കിയതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും നമുക്ക് മുടിക്ക് നല്ല സ്മൂത്ത്നെസ് കിട്ടാനും നല്ല തിളക്കമൊക്കെ കിട്ടാനും ഒക്കെ വളരെ അധികം നല്ലതാണ്. ഈ ഒലിവ് ഓയിൽ ചേർക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല എങ്കിൽ കൂടിയും നമ്മൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇതിനൊരു നല്ലൊരു കളറ് നമുക്ക് കിട്ടുന്ന, ഒരു ബ്ലാക്ക് കളർ കൂടുതൽ നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇതെല്ലാം ചേരുമ്പോൾ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, ഒന്നും മിസ്സാവരുത്. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നെല്ലിക്കാപ്പൊടിയാണ്. നെല്ലിക്കാപ്പൊടി ഉണക്കി പൊടിച്ചെടുത്തതാണ്. ഇതെല്ലാം ഞാൻ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങാറില്ല, എല്ലാം ഞാൻ പൊടിച്ചെടുക്കാറാണ് പതിവ്. അപ്പോഴേ ഇത് നാച്ചുറൽ ആവുകയുള്ളൂ. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ എന്തൊക്കെയാണെങ്കിലും ഇത് ഒരുപാട് കാലമൊക്കെ വെക്കേണ്ടതായതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ ചേർക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒരു നാച്ചുറലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതാണ്. കുറേശ്ശെയാണെങ്കിലും ഞാനിതുപോലെ പൊടിച്ചൊക്കെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് ഈ കൂട്ടുകളെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോഴത്തന്നെ നല്ലൊരു തിക്നെസ് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഓയിലിന്, വളരെയധികം നല്ലതാണ്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ തലയിൽ. നമ്മൾ ഈ എണ്ണ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ ഈ കൂട്ടുകളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും മുടിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഷൈനിങ്ങും കിട്ടും. ഇപ്പം തന്നെ ഇതാ നല്ലൊരു കളറില്ലേ, ഒരു പച്ച കളർ പോലെയല്ലേ ഇതിനുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തേക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ പൊടികളൊക്കെ ഉള്ളത് കൊണ്ട് മുടിയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്കിതൊന്ന് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കണം. അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ പിഴിഞ്ഞെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അരിപ്പയിലാണ് ഞാനിവിടെ അരിച്ചെടുക്കുന്നത്. ഇത് എണ്ണ കാച്ചി കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ഒരു കുറച്ച് എണ്ണ മതിയാവും നമുക്ക് തലയിൽ തേക്കാനായിട്ട്. കുറച്ചേ നമ്മൾ തേക്കുന്നുള്ളൂ, ഒരുപാട് നമ്മൾ തേക്കേണ്ട ആവശ്യമില്ല. ഇത് തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നെറുകിലങ്ങനെ തേക്കണ്ട, കാരണം ഇത്രയും സമയം വെക്കേണ്ടത് കൊണ്ട് നിങ്ങൾ നെറുകിൽ പെട്ടെന്ന് തേക്കേണ്ട, മുടിയിലാണിത് അപ്ലൈ ചെയ്യേണ്ടത്. നെറുകിൽ കുളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നിങ്ങൾ ഒരു ഇത്തിരി എടുത്തിട്ട് നെറുകിൽ തേച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ അരിച്ചെടുത്ത വേസ്റ്റില്ലേ, ഈ ഒരു സാധനം നിങ്ങൾ കളയരുത് കേട്ടോ. ഇത് വളരെയധികം നല്ലതാണ്. നമ്മൾ കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റൊക്കെ മുമ്പ് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ തേക്കുകയാണെങ്കിൽ ഈ ചൂട് കാരണം അല്ലെങ്കിൽ തണുപ്പ് കാരണം, തണുപ്പ് സ്ഥലങ്ങളിലുള്ളവർക്ക് ഈ
മുരിച്ചിലൊക്കെ വരില്ലേ കാലിൽ, പലയിടത്തും പല പേരുകളിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ, അതുപോലെ ചൊറിച്ചിൽ, അലർജികൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് തേക്കാവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അത് മാറാനും വളരെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. പിന്നെ കുരുമുളകിൻ്റെ ഇല ആരും മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ കറിവേപ്പില, ഇതെല്ലാം വളരെയധികം നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തേക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുടി നല്ല ഡാർക്കായിട്ട് വരും. നമുക്ക് കെമിക്കലോ അല്ലെങ്കിൽ മറ്റുള്ള അതും ഇതും ഒന്നും തേച്ച് നിങ്ങൾ സമയം കളയേ വേണ്ട. ഇതിന് കുറച്ച് സമയം നിങ്ങൾ എടുത്ത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഉപകാരമാകും. തണുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കി നിങ്ങൾക്ക് ഇതുപോലെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ആകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.